ഹലോ ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ജോഷി. ഞാൻ കഴിഞ്ഞ 2 വർഷത്തിന് മുന്നിൽ ഒരേ ഒരു വീഡിയോ ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നത്. ചെക്ക് പോയിൻറ്റ് ഫയർവാൾ ബേസിക്സ്. അതിൽ ചെക്ക് പോയിൻറ്റ് ഫയർവാൾ ബേസിക്സിൽ ചെക്ക് പോയിൻറ്റ് ഫയർവാളിൻ്റെ ഡിവൈസസ്, അതിൻ്റെ യൂസ്, അത് കഴിഞ്ഞ് വരുന്ന എല്ലാത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ, ബാക്കി വരുന്ന ഡീറ്റെയിൽസ് എല്ലാം വന്ന് നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷമായിരിക്കും ഞാനിപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ലോങ് ടൈം യൂട്യൂബിൽ വീണ്ടും തിരിച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഫ്രണ്ട്സ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോയിസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു ഹെഡ്സെറ്റ് ഇതിനു വേണ്ടി മേടിച്ചത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേൾക്കാൻ ഇനി നല്ല വോയിസ് എല്ലാം ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ബേസിക് ചെക്ക് പോയിൻറ്റിനെ കുറിച്ചല്ല, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ബാക്കിലോട്ടും വരുന്നുണ്ട്, അതുപോലെ ഒത്തിരി ഫ്രണ്ടിലോട്ടും കൂടെ വരുന്ന കണക്കിനായിട്ട് ചെയ്യുന്നത്. ഇതിൽ 2 പോയിൻ്റാണ് കൊടുത്തേക്കുന്നത്. ഒരു ബേസിക് നെറ്റ്വർക്കിംഗ്, ഒരു നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ഫയർവാൾ എഞ്ചിനീയർ, ഒരു സെക്യൂരിറ്റി എഞ്ചിനീയർ, അവരെക്കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുമ്പ് അവരെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ആദ്യം ഞാൻ പറയുന്നത്. CCNA, സിസ്കോ റിലേറ്റഡ് CCNA, CCNP എല്ലാം പഠിക്കുന്ന എഞ്ചിനീയർ ആയിരുന്നാൽ കൂടെ ഇതിൻ്റെ ബേസിക് നോളജ് കറക്റ്റ് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ ഒരു ഫയർവാൾ ബേസ് ചെയ്തുള്ള വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്ക് ഫ്ലോ അറിയാത്തുള്ളൂ. റിയൽ ടൈം എക്സ്പീരിയൻസിൽ പഠിക്കുന്ന ഒരു രീതി ആയിരിക്കത്തില്ല റിയൽ ടൈം വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബുക്ക് നോക്കി പഠിക്കുന്നതും പിന്നെ ഞാൻ റിയൽ ടൈമിലേക്ക് വന്നപ്പോൾ എനിക്ക് റിയൽ ടൈമും ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ഡിഫറെൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് ബേസ് ചെയ്താണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും എനിക്ക് മനസ്സിലായത്. അത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു CCNA അല്ലെങ്കിൽ ഒരു MCSE, MCSA, ഇപ്പോൾ ഒന്ന് മൈക്രോസോഫ്റ്റ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ 2016 ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആൻഡ് 2019 MCSE 2019 ലേറ്റസ്റ്റ് 4 പേപ്പറാണ് വരുന്നത്. ഇൻക്ലൂഡിങ് അസൂറും കൂടെ ചേർത്തായിരിക്കും അതിൽ വന്നിട്ടുള്ളത്. MCSE 2016 3 പേപ്പർ, ആക്റ്റീവ് ഡയറക്ടറി ഒരു പേപ്പറുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അസൂർ റിലേറ്റഡ് ഒരു പേപ്പറുണ്ട്. ലാസ്റ്റ് പേപ്പർ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്റ്റാളേഷൻ, കോൺഫിഗറേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേപ്പർ. 2003 ടോട്ടൽ 7 പേപ്പറൊക്കെ ആയിരുന്നു. എക്സ്ചേഞ്ച്, അതുപോലത്തെ കൺസെപ്റ്റ് എല്ലാം കൂടി ചേർത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ്, അതെല്ലാം കൂടി ചേർത്തുള്ളതാണ്. എനിവേ, ഒരു ഫയർവാൾ, സെക്യൂരിറ്റി ഫയർവാൾ, CCNAയോ അല്ലെങ്കിൽ CCSAയോ അല്ലെങ്കിൽ CCSE പഠിക്കുന്ന വ്യക്തികൾ ഫയർവാൾ ബേസ് ചെയ്തുള്ള ഫയർവാൾ മോഡൽസ്, ഡിവൈസസ്, ഏതൊക്കെ ഡിവൈസാണ് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിനൊരു ധാരണ അവർക്ക് വേണം. ഫസ്റ്റ് ഞാൻ കുറച്ച് ബേസിക്സ് ഗോ ത്രൂ ചെയ്യാം. നിങ്ങളിതിന് മുമ്പ് പഠിച്ചതായിരിക്കും. കേബിൾ ടൈപ്സ്, ഏതൊക്കെ തരത്തിലുള്ള കേബിൾസാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, പിന്നെ ടോപ്പോളജി, നെറ്റ്വർക്ക് ഡിവൈസസ് ആൻഡ് സ്ട്രക്ചേർഡ് കേബിൾ. ഇതിൽ കൊടുത്തേക്കുന്ന കോയാക്സി കേബിൾ. ഏതൊക്കെ തരത്തിലാണ് കേബിൾസ് ഉള്ളത്? ഒന്ന് തിക്ക് നെറ്റ് ആൻഡ് തിൻ നെറ്റ് എന്നുള്ള 2 തരത്തിലാണ് കൊടുത്തേക്കുന്നത് കേബിളിൻ്റെ സ്ട്രക്ചർ. പിന്നെ BNC കണക്ടർ, നെറ്റ്വർക്ക് ടോപ്പോളജി. ഏതൊക്കെ തരത്തിലുള്ള ടോപ്പോളജി? പോയിൻ്റ് ടു പോയിൻ്റ്, ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി ആൻഡ് ഹൈബ്രിഡ് ടോപ്പോളജി. ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ട്രീ ടോപ്പോളജിയും മെഷ് ടോപ്പോളജിയും സ്റ്റാറോ ഒരു ബസ് ടോപ്പോളജിയും കൂടെ മിങ്കിൾ ചെയ്ത് വരുന്ന ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. പോയിൻ്റ് ടു പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു PC നിന്ന് വേറൊരു PC യിലേക്ക് കണക്റ്റിവിറ്റി, അല്ലെങ്കിൽ ഒരു PC നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ
വേറൊരു പി സിയിലോ കണക്ട് ചെയ്യുന്നതിനാണ് പോയിൻ്റ് ടു പോയിൻ്റ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇതിനെക്കുറിച്ചാണ്. ഇത് ടോപ്പോളജി. ഇത് റിലേറ്റഡ് കേബിളിംഗ് ടോപ്പോളജി. കേബിളിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ആ ഒരു കേബിൾ സ്ട്രക്ചർ, ഒരു എക്സാമ്പിൾ തന്നെ ഈ ബസ് ടോപ്പോളജി. ഈ ബസ് ടോപ്പോളജി എന്ന് ഇതിലുള്ള സെൻട്രലൈസ്ഡ് ബാക്ക് ബോൺ ഒരു സെൻട്രൽ കേബിളായിരിക്കും. ഈ കേബിൾ ത്രൂ ആണ് ബാക്കി എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി എന്നൊരു ചെറിയൊരു ഹബ്ബ് കണക്ട് ചെയ്യും. ഹബ്ബിൽ നിന്ന് ബാക്കിയുള്ള പി സീസിനെ എല്ലാം ഒന്ന് കണക്ടിവിറ്റി കൊടുക്കുന്നു. മെഷ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി. ഹൈബ്രിഡ് വരുമ്പോൾ ഇതിൽ ട്രീ ടോപ്പോളജിയും വരുന്നുണ്ട്, മെഷ് ടോപ്പോളജിയും കൂടെ മിങ്കിൾ ചെയ്തിട്ടാണ് വരുന്നത്. അതിലൊരു റിംഗ് ടോപ്പോളജി ഉണ്ട്, എല്ലാം കൂടെ ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇത് കേബിൾസ്, ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, UTP ആൻഡ് STP. RJ45 കണക്ടേഴ്സ്. ഏതൊക്കെ തരത്തിലെ കണക്ടേഴ്സാണ് RJ45കളുണ്ട്? RJ45 Cat 6E അല്ലെങ്കിൽ Cat 6 ഉണ്ട്. അതേപോലെ തന്നെ Cat 5E, Cat 5E ഉണ്ട്. അതിൻ്റെ ആ കേബിളിൻ്റെ RJ45 കണക്ടറിന് ഇതിൻ്റെ അകത്ത് വരുന്ന സ്പേസ് ഡിഫറെൻ്റ് ആണ്. Cat 5 എന്നുള്ളതും Cat 5 എന്നുള്ള കേബിളിന് വലിപ്പം കുറവായിരിക്കും ആ ഒരു കേബിളിൻ്റെ. Cat 6ൻ്റെ കേബിൾ കുറച്ചും കൂടെ ഡിഫറൻസ് ആണ് Cat 5നെക്കാട്ടിയുള്ള. Cat 5 ആൻഡ് Cat 5നെക്കാട്ടി കുറച്ചും കൂടെ ഡിഫറൻസ്. എല്ലാമേ ട്വിസ്റ്റഡ് ബേസ് ചെയ്താണ് വരുന്നത്. പിന്നെ സ്വിച്ചസ് ഇതിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. സിസ്കോ സ്വിച്ചസ് ഇതെല്ലാം ഒന്ന് ഹൈ എൻഡ് കാറ്റലിസ്റ്റ് സ്വിച്ചസ്. ഇതിൽ മേളിൽ കാണുന്നതെല്ലാം കാറ്റലിസ്റ്റ് സ്വിച്ചസ് ആണ്, സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ കാറ്റലിസ്റ്റിൽ തന്നെ L3 സ്വിച്ചസ് ഉണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്ന മോഡൽ റിമൂവ് ചെയ്ത് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് അവരുടെ സ്വിച്ചസ് എല്ലാം ഇതൊന്ന് കാറ്റലിസ്റ്റ് ബേസ് ചെയ്തുള്ള സ്വിച്ചസാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റൂട്ടർ, ASA ഫയർവാൾസ്. ഇതിൽ സ്വിച്ചസിനെ കുറിച്ച് മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രിഡ്ജ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്രിഡ്ജ് എന്താണെന്നുള്ളത്. ഒന്നോ ഒന്നിലധികമോ ഉള്ള കണക്ടിവിറ്റി. ഒരു വലിയൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ അകത്ത് കണക്ട് ചെയ്തേക്കുന്ന കണക്ടിവിറ്റിയൊക്കെയാണ് ബ്രിഡ്ജ്. അതിൽ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ VMware ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ റിയൽ ടൈമാണ്. ഞാൻ റിയൽ ടൈം ഇതെന്താണെന്നുള്ള ഞാനത് പറയാം. ഇതൊന്ന് VM ആണ്, സെൻസർവർ സിട്രിക്സ് ബേസ് ചെയ്തുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാനത് പറഞ്ഞുതരാം. ഒരു ബേസിക്സ് എല്ലാം നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. പിന്നെ അത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് IP സ്ട്രക്ചർ ഏതൊക്കെ തരത്തിലാണ്. 32 ബിറ്റ് IP ഉണ്ട്, 64 ബിറ്റ് IP ഉണ്ട്. IP വെർഷൻ 4 ആൻഡ് IP വെർഷൻ 6 രണ്ട് തരത്തിലാണുള്ളത്. ഇപ്പോൾ മാക്സിമം യൂസ് ചെയ്യുന്ന IP വെർഷൻ 4 IP അഡ്രസ് 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 4ആയിട്ട് തിരിച്ച് വയ്ക്കുന്നത്. ആ 4ഉം ഓരോ ഇതിലും 8 ബിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റേഞ്ച് 0 മുതൽ 255 വരെയാണ് വരുന്നത്. ഒരു നെറ്റ്വർക്ക് ID കാണും, പിന്നെ അതുപോലെ തന്നെ ഒരു ഹോസ്റ്റ് ID കാണും. ഹോസ്റ്റ് ID നെറ്റ്വർക്ക് ID കൂടെ മിങ്കിൾ ചെയ്ത് ആണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഒരു IP അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു PCക്കുള്ള കൊടുക്കുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു IP ഡീറ്റെയിൽ. അതിലൊരു ഹോസ്റ്റിനെ കുറിച്ചും കാണും, അതിൻ്റെ ഒരു നെറ്റ്വർക്കിനെ കുറിച്ചും കാണും. അത് IP സ്ട്രക്ചർ. സീറോസിൻ്റെയും ഒന്നിൻ്റെയും കോമ്പിനേഷൻസാണ് ഇതിൽ വരുന്നത്. നമ്മൾ IP ബേസ് ചെയ്ത് വരുമ്പോൾ തന്നെ 0s and 1. ഇത് ടോട്ടൽ 32 ബിറ്റ് IP അഡ്രസ് ഡിവൈഡഡ് ഇൻ 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4 പാർട്ടായിട്ട് വരുമ്പോൾ 1 8 8 8 8 4 32. പിന്നെ IP ക്ലാസ്സസ്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് D ആൻഡ് ക്ലാസ് E. ഇതിൽ ക്ലാസ് A, ക്ലാസ് B മെയിനായി യൂസ് ചെയ്യുന്നത് MNC പർപ്പസ്. പിന്നെ നമുക്ക് എത്രത്തോളം നെറ്റ്വർക്ക് കുറച്ച് എത്രത്തോളം ഹോസ്റ്റ് ആഡ് ചെയ്യണം,
അത് റിലേറ്റഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് എ ക്ലാസ് ബി നമ്മൾ യൂസ് ചെയ്യും. ക്ലാസ് സി 192 സീരീസ് ആയിരിക്കും നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ 3 ഇത് നെറ്റ്വർക്കിലായിരിക്കും വരുന്നത്, ലാസ്റ്റുള്ളത് മാത്രമായിരിക്കും ഹോസ്റ്റ് വരുന്നത്. പിന്നെ ക്ലാസ് ഡി ആൻഡ് ക്ലാസ് ഇ ഒന്ന് ടോട്ടലായി യൂസ് ചെയ്യുന്നത് റിസർച്ചിങ് പർപ്പസ്, ISRO അതുപോലെ വാൻ IPs എല്ലാം യൂസ് ചെയ്യുന്നതെല്ലാം ക്ലാസ് ഇ ക്ലാസ് ഡി സീരീസിലായിരിക്കും വരുന്നത്. ഇത് അഡ്രസ് ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി, ഇത് 3 ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് കാണുന്ന ഫസ്റ്റ് ഒക്ടറ്റ് എന്ന് ഇതിൽ 8 നമ്പർ, ഫസ്റ്റത്തെ 8 എന്ന് പറയുന്നില്ല, 8 4 32 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇതിലൊന്ന് ഫസ്റ്റത്തെ ഫുൾ ഈ 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 255 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ നെറ്റ്വർക്കും ബാക്കി വരുന്ന ഹോസ്റ്റും. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ ഇത്രയും ഹോസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ക്ലാസ് എ. ക്ലാസ് ബി ആകുമ്പോൾ 2 നെറ്റ്വർക്ക് മീൻസ് ഫസ്റ്റത്തെ 2 ഇത് ഫുള്ളാവാതെ വരുന്നത് നെറ്റ്വർക്കായിരിക്കും, ബാക്കി 2 ഇത് വരുന്നത് ടോട്ടൽ ഹോസ്റ്റ് ആയിരിക്കും. 4th ഒക്ടറ്റും 3rd ഒക്ടറ്റും ഫുള്ളാവുന്ന ഹോസ്റ്റിന് യൂസ് ചെയ്യും. ഫസ്റ്റും സെക്കൻഡും ഒക്ടറ്റ് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് പാർട്ടിനായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ക്ലാസ് സി ഫസ്റ്റ് 3 ഒക്ടറ്റ് ടോട്ടൽ നെറ്റ്വർക്കിനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നെറ്റ്വർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഒക്ടറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഹോസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് IPs എല്ലാം നമുക്കൊന്ന് മിസ്യൂസ് ചെയ്യാതെ കറക്റ്റ് നമുക്ക് എത്ര IPs ആണ് ഒരു കമ്പനിക്ക് ആവശ്യമുള്ളത് അത് ബേസ് ചെയ്ത് നമുക്കൊന്ന് ലോക്കൽ ആ IP ഒന്ന് അസൈൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് സബ്നെറ്റ്. ഇത് ഫസ്റ്റ് ഒക്ടറ്റ് വരുന്ന സമയത്ത് ഇത് ടോട്ടൽ 255, ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ 255 ആയിരിക്കും വരുന്നത്, ബാക്കിയെല്ലാം സീറോസ്. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒക്ടറ്റ് 255 ദെൻ 0 0. ഇത് സബ്നെറ്റ് മാസ്ക്. തേർഡ് വരുന്നത് 255 ആൻഡ് 0. ഇനി ടോട്ടൽ ഇതിൽ 255 എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റത്തിൽ 1 2 4 8 16 32 bit 64 and 128. ഓക്കെ, ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 255 വരും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒക്ടറ്റ് ഫുള്ളാവുന്ന ആഡ് ചെയ്ത് കഴിയുമ്പോൾ 255 വരുന്നത് കൊണ്ടാണ് ഈ ഫസ്റ്റ് ഒക്ടറ്റ് ഫുള്ളായിട്ട് നെറ്റ്വർക്കിൻ്റെ പോർഷൻ എടുക്കുന്നത്, ബാക്കി 3 പോർഷൻ ഫുള്ളാവുന്ന ഹോസ്റ്റിന് എടുക്കുന്നത്. ഓക്കെ, ഇതൊരു ബേസിക്. ഈ ബേസിക് ഞാൻ ജസ്റ്റ് ഒന്ന് തരുന്നതേ ഉള്ളൂ. ഈ CCNB അല്ലെങ്കിൽ MCSA എല്ലാം പഠിക്കുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് പഠിക്കുന്നവർക്ക് ബേസിക് ചെയ്ത് ഫസ്റ്റ് ഇത് അറിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിൽ പോയിട്ടും കാര്യമുള്ളൂ. സെക്കൻഡ് നമ്മുടെ ചെക്ക് പോയിൻറ്റ് ഫയർവാൾ ലെസണിനെ കുറിച്ചായിരിക്കും വരുന്നത്. ചെക്ക് പോയിൻറ്റ് ഫയർവാൾ ലെസണിനെ കുറിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ആ ചെക്ക് പോയിൻറ്റ് ഫയർവാൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ISO അല്ലെങ്കിൽ അതിൻ്റെ അപ്ലയൻസ് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. എനിവേ ഇതൊരു ഫയർവാളാണ്, സോണിക് ഫയർവാൾ. ഞാനിതൊരു 3 to 4 years ഫുള്ളായിട്ട് സോണിക് ഫുൾ NSAയിൽ വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതിലൊന്ന് ഫസ്റ്റത്തെ നമ്മൾ ചെയ്യുന്നത് തന്നെ ചെക്ക് പോയിൻറ്റ് അപ്ഗ്രേഡ് വിസാർഡ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെക്ക് പോയിൻറ്റ് വെബ്സൈറ്റിലാണ് പോകുന്നത്. ഈ ചെക്ക് പോയിൻറ്റ് വെബ്സൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അതിൽ 2 ഓപ്ഷൻ കൊടുത്തിരുന്നു. ചെക്ക് പോയിൻറ്റ് ഡയറക്റ്റായിട്ട് ചെക്ക് പോയിൻറ്റ് സപ്പോർട്ട് സെൻറ്റർ ആയിരിക്കും വരുന്നത്. അതിൽ നിന്ന് അപ്ഗ്രേഡ് ഡൗൺലോഡ് വിസാർഡ്. ഇതിൽ 2 ഓപ്ഷൻ, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, പിന്നെ അത് ന്യൂ ഇൻസ്റ്റാളേഷനും. ഇതിൽ കൊടുത്തേക്കുന്നത് RX7 ആൻഡ് RX8 R880 X മീൻസ് ഇത് 80 ഇല്ലെങ്കിൽ 81 82 ഇല്ലെങ്കിൽ 810. അതായത് പുതിയ അപ്ഡേഷൻസ് ബേസ് ചെയ്താണ് അവർ X എന്നുള്ള ബേസ് ചെയ്ത് കൺസെപ്റ്റ് ചെയ്തേക്കുന്നത്, ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. എനിവേ ഇത് ഒരു പുതിയതായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒന്ന് ന്യൂ ഇൻസ്റ്റാളേഷൻ കൊടുക്കും. ഇൻ കേസ് എനിക്ക് ഓൾറെഡി ഒരു വെർഷൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് അപ്ഗ്രേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
നെക്സ്റ്റ് പ്രോഡക്റ്റ് സെക്യൂരിറ്റി ഗേറ്റ് വേ ഉണ്ട്, സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് സെൻറ്റർ, പിന്നെ ഗേറ്റ് വേ വിത്ത് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് സ്റ്റാൻഡ് അലോണ്, പിന്നെ VSX, പിന്നെ മൾട്ടി ഡൊമൈൻ ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഗേറ്റ് വേ. ഒരു ഗേറ്റ് വേ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ വർക്ക് ഫുള്ളാக പോകുന്നത്. അതാണ് സെക്യൂരിറ്റി ഗേറ്റ് വേ. ഇതിൽ ബ്രാഞ്ചസ് ഹാർഡ്വെയർ ബേസ് ചെയ്തപ്പോൾ നമ്മൾ ഡാറ്റാ സെൻറ്റർ യൂസ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഡാറ്റാ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡാറ്റാ സെൻറ്റർ ബേസ് ചെയ്തായിരിക്കും. എൻ്റർപ്രൈസ് അപ്ലയൻസ്, IP അപ്ലയൻസ്, പിന്നെ KVM സ്വിച്ച് ബേസ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പർ വ്യൂ ആണ് ആരെങ്കിലും യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈപ്പർ വ്യൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻ കേസ് ഞാൻ വന്ന് ഹൈപ്പർ വ്യൂ അല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി വർക്ക് സ്റ്റേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. വർക്ക് സ്റ്റേഷനും യൂസ് ചെയ്യുന്നുണ്ട്, സെന്നെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതിൽ രണ്ടിലും എനിക്ക് വർക്ക് ചെയ്യാൻ അറിയാം. ഹൈപ്പർ വ്യൂവും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലൊന്ന് ഏത് ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പൺ സർവേഴ്സാണ്. ഓപ്പൺ സർവേഴ്സ് ആയതുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഈ വിൻഡോസിൻ്റെ VMware വർക്ക് സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ സാൻഡ് ബ്ലാസ്റ്റ്, UTM, പിന്നെ ഒത്തിരി കമ്പനീസിലാണ് VMware യൂസ് ചെയ്യുന്നത്. ESX യൂസ് ചെയ്യുന്നുണ്ട്, ESXi യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് വരുമ്പോൾ അതിൻ്റേതായ സപ്പോർട്ടിംഗ് ഫയൽസ് ആയിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതിൽ ഞാനൊന്ന് ഓപ്പൺ സെർവർ ബേസ് ചെയ്തായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ അപ്ലയൻസ് ഏതാണെന്നുള്ള ബേസ് ചെയ്ത് ഇപ്പോൾ ഒന്ന് ഓപ്പൺ സെർവർ. അപ്പോൾ ഇതിൽ നിന്ന് അപ്ഗ്രേഡഡ് വെർഷൻ നിന്ന് ഏതിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? വിൻഡോസ് സെർവർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഴയത്. പിന്നെ ഗെയ എന്ന് പറയുന്നതാണ് ടോട്ടൽ ഈ ചെക്ക് പോയിൻ്റ് ISO ചെക്ക് പോയിൻ്റ് വെർഷനും അതിൻ്റെ നെയിമും ഗെയ എന്ന് പറയും. ഈ ഗെയ എന്ന് പറയുന്നത് തന്നെ ആ നെയിം വന്നത് നോക്കിയ എന്നുള്ള കമ്പനിയാണ് ഈ ഗെയ എന്നുള്ളത് റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കിയാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഗെയ എന്നുള്ള നെയിമിലും ഫുള്ള് ചെക്ക് പോയിൻ്റ് എന്നുള്ള നെയിമിലും ഒന്ന് റിലീസ് ചെയ്തത്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഏത് വെർഷനിലാണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഗെയ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് വെർഷൻ? R75, 47 ഉണ്ട്, പഴയ 77 ഉണ്ട്, 7710 ആൻഡ് 12030 ഉണ്ട്. പിന്നെ 880 സീരീസിൽ ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് 10 ഉണ്ട്, പിന്നെ 20 ഉണ്ട്, 30 ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് 30 ആയിരിക്കും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് 20 ഞാൻ കാണിക്കാം, അതേപോലെ തന്നെ 30 കാണിക്കുന്നതാണ്. പിന്നെ ഇത് ഏതിൽ നിന്ന് ഏത് വെർഷനിലേക്ക്? ഇപ്പോൾ ഒന്ന് 10 എന്നാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് അടുത്ത ലെവൽ 20 അല്ലെങ്കിൽ 30 നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത്, ഡീഗ്രേഡ് അല്ല, അപ്ഗ്രേഡിന് മാത്രമായിരിക്കും ഇത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിവേ, ഇനി നമ്മൾ പുതിയതായിട്ടുള്ളൊരു ന്യൂ ഇൻസ്റ്റാളേഷൻ ഞാനിത് ബാക്ക് കൊടുക്കുകയാണ്. നമ്മൾ അപ്ഗ്രേഡിൻ്റെ ഒരു സിനാരിയോ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ന്യൂ ഇൻസ്റ്റാളേഷൻ ബേസ് ചെയ്ത് ഇത് ന്യൂ ഇൻസ്റ്റാളേഷൻ. അപ്പോൾ പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കുന്നത്? സെയിം അതേ മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി ഗേറ്റ് വേ. നെക്സ്റ്റ് ഓപ്പൺ സെർവർ. നിങ്ങളിപ്പോൾ ഒന്ന് ഹൈപ്പർ വ്യൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപ്പർ വ്യൂ എടുക്കാം, ഇല്ലാതെ ഓപ്പൺ സെൻറ്റർ. ഡാറ്റാ സെൻറ്റേഴ്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ ഡാറ്റാ സെൻറ്റർ യൂസ് ചെയ്യാം. ഓപ്പൺ സെൻറ്റർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന് മുമ്പ് ഞാൻ വന്ന് ഓപ്പൺ സെർവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗെയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗെയ. ഏത് വെർഷനാണ്? ഞാൻ വന്ന് 20, 30 ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഞാൻ കാണിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് ഞാൻ വന്ന് 30 ഞാൻ ഡൗൺലോഡ് ചെയ്യാം. 20 ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കാണിക്കുന്നത്. രണ്ടിനും വ്യത്യാസമുണ്ട്. 20 ഉണ്ട്, പിന്നെ 10 ഉണ്ട്. ഇപ്പോൾ 10 ഞാൻ വന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. 10 കൊടുക്കുമ്പോൾ തന്നെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ഇൻസ്റ്റാളേഷൻ. അത് 10 വെർഷനാണ് ഗെയർ, ഫ്രഷ് ഇൻസ്റ്റാളേഷൻ വരും. ഇത് ഞാൻ ബാക്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫുള്ളായിട്ട് ഈ വെർഷൻ്റെ ISO ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് വരുന്നത്. ദെൻ ബാക്ക്. ഇതിലൊന്ന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഗെയ ഫ്രഷ് ഇൻസ്റ്റാളേഷൻ എന്ന് കണ്ട സെക്യൂരിറ്റി ഗേറ്റ് വേ ആൻഡ് സ്റ്റാൻഡ് അലോൺ ബേസ് ചെയ്തുള്ള ISO ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതൊന്ന് 2 അല്ല 3 ആണെന്നുണ്ടെങ്കിൽ 30 എന്നുണ്ടെങ്കിൽ സെയിം അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗേറ്റ് വേ ആൻഡ് സ്റ്റാൻഡ് അലോൺ ആയിരിക്കും. ഓൾറെഡി ഞാൻ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് എന്നുള്ള കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്ത് വരും. ഞാനത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 230 വെച്ചിട്ടുണ്ട്, 20 അതിലൊന്ന് 8030 വെച്ചിട്ടുണ്ട്, 8010 വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വിൻഡോസിൻ്റെ തന്നെ 2016 ഡാറ്റാ സെൻറ്റർ എഡിഷൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് നെക്സ്റ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ടോട്ടൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതാണ്.
ഷെയർ ചെയ്യാം, തീർച്ചയായും ഷെയർ ചെയ്യാം. എനിവേ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇൻസ്റ്റാളേഷനെ കുറിച്ചുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്താണ്. ജസ്റ്റ് ഹോൾഡ് ഓൺ ലൈൻ. എനിക്ക് கொஞ்சம் ഓക്കെ, ലെറ്റ് ബി സ്റ്റാർട്ട്. ഇതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഫുള്ളായിട്ട് CCNA, അത് റിലേറ്റഡ് MCSA ആയിട്ട് റിലേറ്റഡും നല്ലൊരു ഫയർവാൾ എന്നുള്ള റിലേറ്റഡ് വരുന്നത് ടോട്ടലായിട്ട് ഞാൻ ഇതിൽ തന്നെ CCSA തന്നെ പറയുന്നുണ്ട്. ഇനി പറയുന്നതുകൊണ്ട് പറഞ്ഞു വരുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് CCSAയും CCSE കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം വരും. പിന്നെ അതുപോലെ തന്നെ ഫയർവാൾ റിലേറ്റഡ് ഏതൊക്കെ ഫയർവാളാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ലൈവിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫയർവാൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ അതിൻ്റെ ഡിവൈസ് ഏതൊക്കെ ഡീറ്റെയിൽ ആണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യും. നമുക്ക് ചെക്ക് പോയിൻറ്റിലേക്കൊന്ന് പോകാം. ഓക്കെ, ചെക്ക് പോയിൻറ്റ് ഫയർവാൾ ലെസൺ 1. ഇതിൽ ഞാനൊന്ന് ഇൻസ്റ്റാളേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത്, അപ്ഗ്രേഡ് ചെയ്യുന്നത്, അതിനൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പുള്ളതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വന്ന് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആ ചെക്ക് പോയിൻറ്റ് വെർഷൻസ് ഏതൊക്കെ വെർഷനാണ്, അത് ഏതൊക്കെയാണ്, ഏതൊക്കെ കോറിലാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള എന്നുള്ള രീതിയിലുള്ളത് നമ്മൾ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് ബെറ്റർ. ഇത് വെർഷൻസ്, ചെക്ക് പോയിൻറ്റ് വെർഷൻസ് ഒന്ന് പഴയ വെർഷനുണ്ട്, പുതിയ വെർഷനുണ്ട്. അത് ഏതൊക്കെ ഡിവൈസ് ഏതൊക്കെ അപ്ലയൻസിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ അപ്ലയൻസിൽ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാര്യം ലേറ്റസ്റ്റ് വെർഷനെല്ലാം വന്ന് ലേറ്റസ്റ്റ് ഡിവൈസ് അപ്ലയൻസും അതിൻ്റെ ഹാർഡ്വെയർ കോമ്പാറ്റബിലിറ്റി ബേസ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. ചെക്ക് പോയിൻറ്റ് R7720 ഈ വെർഷനിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫുള്ളായിട്ട് ഈ അപ്ലയൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. 600, 700, 1100, 900, 1200, 1400 ഡിവൈസസിന് മാത്രമായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. 7720 അതുപോലെ തന്നെ 7720ക്ക് ശേഷം പുതിയതായിട്ട് വന്നത് നമ്മൾ 80, R80, 10 വന്നിട്ടുണ്ട്, 20 വന്നിട്ടുണ്ട്, 30 വന്നിട്ടുണ്ട്. 10-ലുള്ളതിൻ്റെ കാട്ടിൽ ഒത്തിരി ബഗ്സ് എല്ലാം വന്ന് അവർ ക്ലിയർ ചെയ്തിട്ടാണ് 20-ൽ വന്നിട്ടുള്ളത്. 20-ൽ വന്ന് സംടൈംസ് പോർട്ട് ബേസ് ചെയ്തുള്ള ഇഷ്യൂസ് എല്ലാം നിറയെ പേര് ഇതിൽ പോർട്ട് ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ബഗ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് റിലീസ് ചെയ്ത വെർഷനാണ് R8030 എന്നുള്ള വെർഷൻ ലേറ്റസ്റ്റ്. R20, R10 ആണ് ഇപ്പോൾ കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ടൈം ലൈൻ ബേസ് ചെയ്തുള്ളതാണ്. ഇതിൽ മേജർ വെർഷൻസ് ഏതൊക്കെ വെർഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, 820-ലുള്ള സപ്പോർട്ട് എപ്പോഴാണ് വരുന്നത്, അവൈലബിലിറ്റി, പിന്നെ അതിലത് ഏതൊക്കെ R80 എന്നുള്ള അതിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള വെർഷൻസ് ഏതൊക്കെയാണ്. 20 വന്നിട്ടുണ്ട്, പിന്നെ 13 ലേറ്റസ്റ്റ്, പിന്നെ സെപ്റ്റംബർ 22 വരെ ആയിരിക്കും അതിനുള്ള സപ്പോർട്ട്. പിന്നെ 80-ക്കുള്ളതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. 21 മെയ് 21 വരെ ഉണ്ട്. പിന്നെ ചെക്ക് പോയിൻറ്റ് 7730 എന്നുള്ള വെർഷൻ ഉണ്ടായിരുന്നു, അത് സെപ്റ്റംബർ 2019 മീൻസ് ഈ മാസം തന്നെ അതിൻ്റെ സപ്പോർട്ടൊക്കെ കഴിയുന്നത്. പിന്നെ NGSE വെർഷൻസ് ഉണ്ട്, അത് 2018-ലുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ചെക്ക് പോയിൻറ്റ് R77, R76 ഇതെല്ലാം പഴയ വെർഷൻസ്. നിറയെ കമ്പനീസ് എല്ലാം പഴയ വെർഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പുതു ഫീച്ചേഴ്സ് അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പഴയ വെർഷൻസ് ഒന്നും പോലും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ അതേപോലെ തന്നെ അതിൻ്റെ ഹാർഡ്വെയറിലേക്ക് നമ്മളൊന്ന് മൂവ് ചെയ്താൽ മാത്രമേ ലേറ്റസ്റ്റ് പാച്ചസ് സെക്യൂരിറ്റി ആൻറ്റി സ്പാം ബേസ് ചെയ്തുള്ളതും അതുപോലെ ബൂട്ട് ബേസ് ചെയ്തുള്ളതും ബൂട്ട് കോഡ് ബേസ് ചെയ്തുള്ള റിലേറ്റഡ് നിറയെ ഓപ്ഷൻസ് ലേറ്റസ്റ്റ് വെർഷനിൽ മാത്രമേ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ.
നെക്സ്റ്റ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ എൻഡ് പോയിൻറ്റ് സെക്യൂരിറ്റീസും സെയിം ഇതേപ്പോൾ ഏതൊക്കെയാണ് ചെക്ക് പോയിൻറ്റ് എൻഡ് പോയിൻറ്റ് സെക്യൂരിറ്റി E80 EP5 വന്നിട്ടുണ്ട് E81 അത് ഏതൊക്കെ വെർഷൻ ബേസ് ചെയ്താൽ ഏതൊക്കെ ഡിവൈസിലാണ് സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് ഞാൻ ഇതിൽ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കുക. പിന്നെ ISO നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പ് തന്നെ എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്തത് ISOയുടെ ലിങ്ക് ഞാൻ ഇതിൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് ഡയറക്റ്റായിട്ട് 10 എന്നുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾക്ക് R20 എടുക്കാം, R30 എടുക്കാം. ഏതൊക്കെ വെർഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? R10 മീൻസ് R80 10 എന്നുള്ള വെർഷൻ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന അപ്ലയൻസ് 2200, 3000, 4000, 5000, 12,000, 13,000, 15,000, 21,000, 23,000 എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഡിവൈസ് കാണുമ്പോൾ തന്നെ ലുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെയൊക്കെ മോഡൽസ് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിലുള്ള ഇതിനെ ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലയൻസ് എല്ലാം R80 10 ശേഷം വന്നിരിക്കുന്ന എല്ലാ OSും ഗെയ OSും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ ഡിഫറൻസിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ഇത് പറയാൻ മറന്നുപോയി, സോറി. ഇപ്പോൾ കൊടുത്തേക്കുന്ന ആ വെർഷനെ കുറിച്ചുള്ള ഇത് ചെക്ക് പോയിൻറ്റ് ന്യൂസസ്. ഇതിൽ ചെക്ക് പോയിൻറ്റ് ന്യൂസ് വന്ന പുതിയ റിലീസ് സ്പാം ബേസ് ചെയ്തുള്ള, പിന്നെ ബഗ്സ് ക്ലിയർ ചെയ്തിട്ടുള്ളതും, പിന്നെ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് നിറയുന്ന മാൽവെയർസ് എല്ലാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ച് ക്ലിയർ ചെയ്തുള്ള ഡീറ്റെയിൽ എല്ലാം ഒന്ന് ചെക്ക് പോയിൻ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാം. പിന്നെ R730 ആൻഡ് R80 10 ഇത് തമ്മിലുള്ള ഡിഫറൻസ്, R7730 മൾട്ടി ഡൊമൈൻ സെർവർ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിലിറ്റി ഇല്ല. ഇപ്പോൾ R80 വെർഷൻ മേളിലോട്ട് വരുന്ന എല്ലാ OSനും മൾട്ടി ഡൊമൈൻ ബേസ് ചെയ്തുള്ള സപ്പോർട്ട് ചെയ്യുന്ന കണക്കായിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെക്ക് പോയിൻറ്റ് ബാക്കപ്സ് ആൻഡ് സ്റ്റേറ്റ്ഫുൾ റൂൾസ് ബാക്കപ്പ്. പിന്നെ R80 10 സ്മാർട്ട് കൺസോളിൽ എന്തൊക്കെയാണ് വരുന്നത്, പോളിസീസ് ഇൻക്ലൂഡിങ് അതുപോലെ അപ്പിയറൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. R7730 എല്ലാം യൂസ് ചെയ്യുമ്പോഴും R80 യൂസ് ചെയ്യുന്നതിനും അതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ടോട്ടലായിട്ട് ഡിഫറെൻ്റ് ആണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ലാബ് ബേസ് ചെയ്ത് ലാബ് ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ലാബ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കോൺഫിഗറേഷൻ, ഏതൊക്കെ രീതിയിലാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചും പറഞ്ഞു തരുന്ന ഇതിൽ തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ, VM, രജിസ്ട്രേഷൻ, ഗെയ ആൻഡ് കോൺഫിഗറേഷൻ, ലൈസൻസിങ് പോയിൻറ്റിങ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ലാബ് ത്രൂ വരുമ്പോൾ ഇതേ കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. ഒരു ഫയർവാളിന് കണക്കിന് ഒരു ഗേറ്റ് വേ, പിന്നെ മാനേജ്മെൻറ്റ് കൺസോൾ, പിന്നെ അതുപോലെ തന്നെ ഒരു കൺസോൾ മീൻസ് ഇതിലായിരിക്കും എൻ്റെ PC ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ GNS3 ഇതൊരു റൗട്ടർ കോൺഫിഗറേഷൻ GNS3 ചെയ്തിട്ടുണ്ട്. ഇത് ഈ ലാബ് റിലേറ്റഡ് ആയിരിക്കും ഞാൻ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അത് റിലേറ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വന്ന് കോർ ലെവൽ, സിംഗിൾ ഡൊമൈൻ, അതുപോലെ തന്നെ ആഡ് ബ്ലേഡ്, മൾട്ടി ഡൊമൈൻസ് ഓപ്ഷൻസ്. പിന്നെ കോർ ലെവൽ ബേസ് ചെയ്ത് എത്ര കോറാണ് വരുന്നത്, 1 കോർ, 4 കോർ, അതുപോലെ 8 കോറൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡിവൈസിൻ്റെ ഡിഫറൻസ് വരും. അപ്ലയൻസ്, IP അപ്ലയൻസ്, UTM ഡിവൈസസ് ആൻഡ് സ്മാർട്ട് ഫോൺ അപ്ലയൻസ് അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ സെക്യൂരിറ്റി ഗേറ്റ് വേ, ലേറ്റസ്റ്റ് വെർഷൻ സെക്യൂരിറ്റി ഗേറ്റ് വേ, ഇത് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ബേസ് ചെയ്ത് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വരുന്നത്. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി ഗേറ്റ് വേ ആൻഡ് സോഫ്റ്റ്വെയർ ബ്ലേഡ് ബേസ് ചെയ്ത് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വരുന്ന അപ്ലയൻസാണ്. അപ്ലയൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻസ്, ബ്ലേഡ് സെർവർ ബേസ് ചെയ്ത് ഏതൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് എല്ലാം, URL ഫിൽറ്ററിംഗ് ഉണ്ട്, ആൻറ്റി സ്പാം, ആൻറ്റി വൈറസ്, ആൻറ്റി മാൽവെയർ ഉണ്ട്, VPN ബേസ് ചെയ്തുണ്ട്, IPS ഉണ്ട്, ആക്സലേഷൻ ആൻഡ് ക്ലസ്റ്ററിങ് ബേസ് ചെയ്ത് ലേറ്റസ്റ്റ് എല്ലാം വരുന്ന ടൈമിൽ ക്ലസ്റ്ററിങ് ആണ്. പിന്നെ അത് ഏതൊക്കെ തരത്തിലുള്ള ലാർജ് സ്കെയിൽ ബിസിനസ് ബേസ് ചെയ്ത്, സ്മോൾ, മീഡിയം, ലാർജ് എൻ്റർപ്രൈസ് ബേസ് ചെയ്ത് ഡാറ്റാ സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് റിലേറ്റഡ് വരുന്നുണ്ട്. പിന്നെ എത്ര ഗേറ്റ് വേസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുള്ളത്,
SM1000 എല്ലാം വരുമ്പോൾ 10 ഗേറ്റ് വേസ് സപ്പോർട്ട് ചെയ്യുക. അതെല്ലാം ചെറിയൊരു ബിസിനസ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ 25 ഗേറ്റ് വേസ് യൂസ് ചെയ്യുന്നത് മിഡ് സൈസ് ബിസിനസ്സിന് യൂസ് ചെയ്യുക. പിന്നെ അൾട്ടിമേറ്റ് വരുന്നതെല്ലാം വന്ന് എൻ്റർപ്രൈസ് ലാർജ് ബേസ് ചെയ്തുള്ളതിനാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ്: നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൺട്രോൾസ്, ഐഡൻറ്റിറ്റി അവയർനെസ്, ആപ്ലിക്കേഷൻ കൺട്രോൾ, ഡാറ്റ ലോസ് പ്രിവെൻഷൻ, മൊബൈൽ ആക്സസ്, IPsec, പിന്നെ വെബ് സെക്യൂരിറ്റി, പിന്നെ ഇൻട്രാക്ഷൻ പ്രൊട്ടക്ഷൻ സൊല്യൂഷൻസ്, URL ഫിൽറ്ററിങ്, ആൻറ്റി സ്പാം ആൻഡ് ഇമെയിൽ സെക്യൂരിറ്റി ആൻഡ് സെക്യൂരിറ്റി ഗേറ്റ്വേ, അങ്ങനെ അതിൻ്റേതായ ലേറ്റസ്റ്റ് അപ്ഡേഷൻസാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ R30, പിന്നെ ഫുൾ ഡിസ്ക്രിപ്ഷൻ, ഫുള്ളൊന്ന് ഡിസ്കുകളുള്ള എൻക്രിപ്ഷൻ ഉണ്ട്. പിന്നെ പോർട്ടിൻ്റെ പ്രൊട്ടക്ഷൻസ്, അതിലുള്ള റിമോട്ട് ആക്സസ് ആൻഡ് വെബ് ചെക്ക്, പിന്നെ ചെക്ക് പോയിൻറ്റ്, അബ്ര, ഫയർവാൾ ആൻഡ് കംപ്ലൈൻറ്റ്സ് ആൻഡ് ചെക്ക്. R80 R30 കുറച്ചും കൂടെ ലേറ്റസ്റ്റ്, അതിൻ്റെ സൈബർ സെക്യൂരിറ്റീസ് ബേസ് ചെയ്തുള്ളൂ. R80 30 ഒന്ന് ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള സൈബർ സെക്യൂരിറ്റീസ് ബേസ് ചെയ്തുള്ള ഗേറ്റ്വേ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ബേസ് ചെയ്തുള്ള എല്ലാ ഓപ്ഷൻസും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി ബോട്ട് ഉണ്ട്, ഫയർവാൾ ഉണ്ട്, VPN, ആപ്പ് കൺട്രോൾ, ആൻറ്റി സ്പാമോ, ആൻറ്റി വൈറസ്, സാൻഡ് ബ്ലാസ്റ്റിൻ്റെ ത്രെഡ് ലാമിനേഷൻ ഉണ്ട്, അത് റിലേറ്റഡ് എല്ലാം ഉണ്ട്. പിന്നെ ജസ്റ്റ് അതിൽ എന്തൊക്കെയാണ് വരുന്നത്, ലേറ്റസ്റ്റ് വെർഷനിൽ എന്തൊക്കെയാണ് പ്രൈവറ്റ് ക്ലൗഡ് ബേസ് ചെയ്ത്, പബ്ലിക് ക്ലൗഡ് ബേസ് ചെയ്തുള്ളതുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ബേസ് ചെയ്തുള്ള ഇതൊക്കെ ലേറ്റസ്റ്റ് ഫയർവാൾസ്. ചെക്ക് പോയിൻ്റ് ഫയർവാൾ ലേറ്റസ്റ്റ് ഡിവൈസസ് ആണ്. ഇത് NGFW ഡിവൈസസ്. NGFWS മീൻസ് നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ. ഇത് എൻഹാൻസ് ബേസ് ചെയ്തിട്ടുണ്ട്. CPU ലെവൽ എമുലേഷന് കേപ്പബിലിറ്റി എല്ലാം ഹൈ ആണ്. കസ്റ്റമർ പ്രൊട്ടക്ട് ആൻഡ് അഗൈൻസ്റ്റ് ദെയർ ത്രെഡ്സ് ആൻഡ് എനി ടൈം ടു. അതെല്ലാം കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത് ഒരു ഹയർ എൻഡ് ഹാർഡ്വെയർ ബേസ് ചെയ്തുള്ള ഡിവൈസസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ചെക്ക് പോയിൻ്റ് റിലീസ് ചെയ്തിട്ടുള്ള ചെക്ക് പോയിൻ്റ് URLs. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്പാം, ആൻറ്റി സ്പാമോ, ഇതിന് തൊട്ട് മുമ്പ് കൊടുത്തേക്കുന്ന ഐഡൻറ്റിറ്റി അവയർനെസ്, അതിൻ്റെ റിലേറ്റഡ് URLs ആണ്. ഈ URL നിങ്ങൾ ഗോ ത്രൂ ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് റിലീസ് ആയിട്ടുള്ള വെർഷൻസ്, സ്പാം, ഇമെയിൽ സെക്യൂരിറ്റീസ്, പുതിയ IPS സോഫ്റ്റ്വെയർ ബ്ലേഡ് റിലേറ്റഡ്, ഡാറ്റ ലോസ് പ്രിവെൻഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നെയാണ്. പിന്നെ അതുപോലെ റിമോട്ട് ബേസിലുള്ള ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തുള്ള മൊബൈൽ ആപ്പ്, ചെക്ക് പോയിൻറ്റിന് ക്യാപ്സൂൾ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പുണ്ട്. വർക്ക് സ്പേസ് ബേസ് ചെയ്ത് തന്നെ അതിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് വീട്ടിൽ നിന്നാണെങ്കിലും കൂടെ തന്നെ നമുക്ക് അതിൽ ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ക്യാപ്സൂൾ വരുന്നത്. ഇതെല്ലാം വന്ന് നിങ്ങൾക്കൊന്ന് വെബ് ആപ്പ് മൊബൈലിന് യൂസ് ചെയ്യുന്ന കണക്കിനായിട്ടുള്ളത്. ചെക്ക് പോയിൻറ്റ്സ് ആൻഡ് സാൻഡ് ബ്ലാസ്റ്റ് മൊബൈൽ, ഇതെല്ലാം ക്യാപ്സൂൾ ബേസ് ചെയ്ത് VPN ആക്സസ്. നെക്സ്റ്റ് ഒന്ന് ചെക്ക് പോയിൻ്റ് സോഫ്റ്റ്വെയർ പോർട്ട്ഫോളിയോ എന്തൊക്കെയാണ് അതിൽ വരുന്നത്. മൊബൈൽ സൊല്യൂഷൻസ്, SMB ബ്രാഞ്ചസ് ബേസ് ചെയ്തുള്ള ഡിവൈസസ് ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഓഫീസ് ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഡിവൈസസ്, NGS, RD മീൻസ് R&D ബേസ് ചെയ്തുള്ള. പിന്നെ AWSലും VMwareലെല്ലാം നമ്മളൊന്ന് സാൻഡ് ബ്ലാസ്റ്റ് ബേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്ന കണക്കായിട്ടുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇത് ചെക്ക് പോയിൻ്റ് ഫയർവാൾ ലെസൺ 1 എൻഡ് ആവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, VMwareൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള രീതിയല്ല ഞാൻ പറയുന്നത്. ഓൾറെഡി ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കാം. ഇത് ഓൾറെഡി എൻ്റെ അത് ലൈവ് ആണിത് ടോട്ടൽ. ഓക്കെ, ഇതിലൊന്ന് ഞാൻ ഫെഡോറ VCDL Windows Server 2016 40 ഗേറ്റിന് ഞാൻ 2 ഇട്ടിട്ടുണ്ട്. പിന്നെ CCSA ചെക്ക് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത് വർക്ക് സ്റ്റേഷൻ വന്ന് 12 ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വിൻഡോസിൻ്റെയാണ് വെർഷൻസാണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസിൻ്റെ വെർഷൻ സിസ്റ്റം വെർഷനും കൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, വിൻഡോസ് പ്രൊഫഷണൽ 7 യൂസ് ചെയ്യുന്നത്. 8 എന്ന് കൊടുത്തിട്ട് ആക്ടിവേഷൻ കീ അങ്ങനെ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വർക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ മാക്സിമം യൂസ് ചെയ്യുന്ന വിൻഡോസ് 10 or 8 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ വിൻഡോസ് 8 വിൻഡോസ് 10 യൂസ് ചെയ്യുമ്പോൾ അതിലെ വർക്ക് സ്റ്റേഷൻസ് ഒന്ന് 12 to 14 എടുക്കും. 12 14 വെർഷന് മേളിലോട്ടുള്ളതായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ.